വിശദമായ വാർത്തയിലേക്കാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ക്രമക്കേടെന്ന കണ്ടെത്തലുമായി CAG റിപ്പോർട്ട് സഭയിൽ. തീർപ്പാക്കാത്ത ബാധ്യത മാത്രം 3511 കോടിയാണ്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റിയെന്നും ധനമാനേജ്മെന്റിലും പാളിച്ചയുണ്ടെന്നും CAG റിപ്പോർട്ട്. ഡി ബിനോയുണ്ട്. ബിനോയ്, വിവരങ്ങൾ. 2024-2025 സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക വിവര റിപ്പോർട്ടാണ് CAG പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്ന ഒരു കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതകളെക്കുറിച്ചാണ്. അതായത് ധവളപത്രത്തിൽ എന്ത് സൂചിപ്പിച്ചിരുന്നുവോ അത്തരത്തിലുള്ള ഒരു ബാധ്യതകളുടെ കണക്കാണ് ഇതിനകത്ത് പ്രധാനമായും പറഞ്ഞു വരുന്നത്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ തീർപ്പാക്കാത്ത ബാധ്യതയാണ്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോൾ നിലനിൽക്കുന്ന ബാധ്യത എന്ന് പറയുന്നത് 3511 കോടി രൂപയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ബാധ്യതയായി ഓരോ മാസവും വന്നുയർന്നുകൊണ്ടിരിക്കുന്നത് പെൻഷനും ഒപ്പം തന്നെ കിഫ്ബിയുമാണ്. ഇതിൽ പെൻഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കിഫ്ബിയുടെ ഭാഗത്ത് നിന്നും വലിയ തരത്തിലുള്ള ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. ആ ബാധ്യതകൾ തീർപ്പാക്കാനുണ്ട് എന്നും CAG റിപ്പോർട്ടിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇക്കാര്യങ്ങൾ തന്നെ ധവളപത്രത്തിലും പറഞ്ഞിരുന്നു. ഏകദേശം 4000-ലധികം കോടി രൂപയോളം വരുന്ന ബാധ്യതകൾ ആണ് പറഞ്ഞിരുന്നതെങ്കിൽ തന്നെയും പക്ഷേ അതിനും അപ്പുറത്തേക്ക് 45,000-ഓളം കോടി രൂപയുടെ ഒരു ബാധ്യത അന്ന് ധവളപത്രത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഇതിൽ അതായത് CAGയുടെ റിപ്പോർട്ടിൽ പറയുന്നതും വളരെ വ്യക്തമായ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ വളരെ വ്യക്തമായ സൂചനകളുമുണ്ട്. അതായത് ഈ ധനക്കമ്മിയുടെ കാര്യത്തിലും ഒപ്പം തന്നെ ഈ സഞ്ചിത വിഹിതം അല്ലെങ്കിൽ ധനക്കമ്മി മാറ്റുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ കടബാധ്യതകളും ഈ ഓഫ് ബഡ്ജറ്റ് അതായത് ബഡ്ജറ്റിന് പുറത്തു നിന്നുള്ള സാധാരണ ബഡ്ജറ്റിൽ നിന്നും പുറത്തുള്ള കടബാധ്യത എന്ന് പറയുന്നത് 32,230 രൂപയാണ്, 30 കോടി രൂപയാണ്. അതായത് ഓഫ് ബഡ്ജറ്റ് കടം എന്ന് പറയും. അത് സാധാരണയിൽ നിന്ന് വന്ന് ഭവിക്കുന്ന കടങ്ങളാണ്. അത്തരം കടം തന്നെയാണ് 39,000 കോടിയിലധികം വരുന്നത്. അതായത് സംസ്ഥാന സർക്കാരിന് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ബാധ്യതകൾ കൂടുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടി വരുന്നുണ്ട്. ഇതിൽ ധനക്കമ്മിയും റവന്യൂ കമ്മിയും അല്ലെങ്കിൽ റവന്യൂ കമ്മിയിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ മറികടക്കുന്നതിനായി 262 കോടിയോളം രൂപ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വകമാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഈ ധനക്കമ്മിയും ഒപ്പം തന്നെ റവന്യൂ കമ്മിയും മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് സ്വാഭാവികമായിട്ടും കേന്ദ്ര വിഹിതം ആയ കടം നമുക്ക് ലഭിക്കത്തില്ല. കാരണം ഇവിടുത്തെ കടവിഹിതം കൂടുതലായി കാണിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ വിഹിതം കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ധനക്കമ്മി ഒപ്പം തന്നെ റവന്യൂ കമ്മി ഇത് രണ്ടിനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഏകദേശം 262 കോടിയോളം രൂപ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വകമാറ്റി. മറ്റൊരു കാര്യം പ്രധാനമായും പറയുന്നത് ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തന്നെയും റവന്യൂയുടെ കാര്യത്തിൽ 0.3% മാത്രമാണ് റവന്യൂ വർധന ഉണ്ടായിരിക്കുന്നത്. അതായത് ആഭ്യന്തര വർധനവിൽ സാധാരണ കുറവാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഇത്തവണ ഇത് വളരെ വ്യക്തമായി പറയുന്നു ആഭ്യന്തര ഉൽപ്പാദനത്തിൽ കാര്യമായ വർധനയുണ്ട്. പക്ഷേ റവന്യൂവിൻ്റെ വർധന 0.3 മാറുന്നു. ഒപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ വിഹിതം നൽകുന്നത് കുറഞ്ഞിരിക്കുന്നു. അത് 42% മാറിയിരിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിൽ നിലനിന്ന് പോകുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ കണക്കുകൾ തന്നെയാണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം റവന്യൂ വരുമാനത്തിൻ്റെ 80% ഇത് ധവളപത്രത്തിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെയാണ്. റവന്യൂ വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സംസ്ഥാനത്തിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ 80% ഇപ്പോൾ പെൻഷനായും ശമ്പളമായും നൽകപ്പെടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ആഭ്യന്തര തരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പാദനത്തിൻ്റെ അളവ് വർദ്ധിച്ചു വരുന്നതിനൊപ്പം തന്നെ ചിലവും വലിയ തരത്തിൽ കൂടുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഇതിനകത്ത് നൽകി വരുന്നത്. ഒപ്പം മറ്റു ചില വകുപ്പുകളിലെ പ്രവർത്തനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം ഈ CAGയുടെ റിപ്പോർട്ടിൽ പൂർണ്ണമായും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ CAG റിപ്പോർട്ടുമായിട്ടുള്ള ചർച്ചകൾക്കൊന്നും സാധ്യതയില്ല. ഒരു പക്ഷേ ഇത് നിയമസഭയുടെ മുന്നിലാണ് സാധാരണ CAG റിപ്പോർട്ട് ടേബിൾ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ മേശപ്പുറത്ത് വെക്കാറുള്ളത്. അതും ടേബിൾ ചെയ്തതിന് ശേഷം ഉള്ള ചർച്ചകൾക്ക് സാധ്യതയുണ്ട്. ഒരു നാളെയോ അല്ലെങ്കിൽ ഇന്നോ നാളെയോ ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. മുഖ്യമന്ത്രി മറുപടി പറയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിനകത്ത് നേരത്തെ ധവളപത്രം പുറത്ത് ഇറക്കിയപ്പോഴും പറഞ്ഞിരുന്ന കാര്യങ്ങളും 2024-25 സാമ്പത്തിക റിപ്പോർട്ടിലും ഒരേപോലത്തെ കാര്യങ്ങൾ തന്നെ പറഞ്ഞു വരുന്നുണ്ട്. കാരണം ധനക്കമ്മിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ റവന്യൂവിൻ്റെ കാര്യത്തിലുമൊക്കെ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ
കാരണം റവന്യൂ അല്ലെങ്കിൽ വരുമാനം ഉണ്ട് എന്ന് പറയും, പക്ഷേ വരുമാനം ഇല്ല എന്ന് പറയുന്നില്ല. വരുമാനം വർധനയുണ്ട്, പക്ഷേ ആ വരുമാന വർധനയോടൊപ്പം തന്നെ നമ്മുടെ ചിലവുകളും കൂടുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും പെൻഷൻ, ഒപ്പം തന്നെ ശമ്പളം എന്നീ തലത്തിലാണ് ഇതിന് ഈ സമാനമായ തരത്തിലുള്ള ഒരു വരുമാന വർധന സംസ്ഥാനത്തിനുണ്ടാകുന്നില്ല എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ശരി, വ്യക്തമാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.